അത് തികച്ചും മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വിജയമാണ്. കാരണം കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആ ഒരു ട്രെൻഡ് തിരുവനന്തപുരം നഗരസഭയിൽ ഒന്നാകെ ആഞ്ഞടിക്കും. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 25 വർഷമായി LDFന്റെ കൌൺസിലർമാർ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന വാർഡാണ് മുട്ടട എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കാന്ന് പറയുന്നത് തികച്ചും അഭിമാനകരവും സന്തോഷവും ഉള്ളൊരു സാഹചര്യം തന്നെയാണ്. വിവാദങ്ങൾ ഗുണം ചെയ്യൂല എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കാരണം വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരാണല്ലോ. വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ടില്ലാതെ വോട്ട് നഷ്ടമായി വിഷമിച്ചു പോയ ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ അവകാശമല്ലേ വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതില്ലാതെ അവർക്ക് തിരിച്ചു പോവേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടതിന്റെ വിഷമം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് അവർക്ക് വോട്ടില്ല? ഒരു വീട്ടിൽ 5 പേരുണ്ട് എങ്കിൽ 2 പേർക്ക് വോട്ടില്ല. അച്ഛനും അമ്മയ്ക്കും വോട്ടില്ല, മക്കൾക്ക് വോട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വോട്ടുണ്ട്, മക്കൾക്ക് വോട്ടില്ല. അത് എന്തുകൊണ്ട് ഇല്ലാതാവുന്നു? എല്ലാവരും ഒരേ അഡ്രസ്സിൽ താമസിക്കുന്ന, ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് വരുന്നു? അല്ലെങ്കിൽ 3 പേരുടെ വോട്ട് വേറെ വാർഡിൽ, 2 പേരുടെ വോട്ട് വേറെ വാർഡിൽ. ഇതൊക്കെ തികച്ചും നമ്മൾ അത്രയും ശാസ്ത്രീയമായി നോക്കി കൈകാര്യം ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടുകളാണ്. അത് സാധാരണക്കാരെയാണ് അലട്ടുന്നത്. ഒരാളുടെ വോട്ട് അപ്പുറത്തെ വാർഡിലും ഒരാളുടെ വോട്ട് ഇവിടെയും എങ്കിൽ അവരെ ഇവിടെയൊക്കെ വോട്ട് ചെയ്യാൻ പോണ ഒരു ദിവസം തന്നെ അവിടെ ചെന്ന് ക്യൂ നിൽക്കണം, ഇവിടെയും വന്ന് ക്യൂ നിൽക്കണം. അതൊക്കെ സാധാരണക്കാരെ തികച്ചും ചിലപ്പോൾ ജോലിയുടെ ഇടയ്ക്കായിരിക്കും. പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ജോലിയുടെ ഇടയ്ക്കായിരിക്കും വന്ന് വോട്ട്. 1 മണിക്കൂർ പെർമിഷൻ ഉണ്ടാവുള്ളൂ. ഭാര്യയും ഭർത്താവ് 2 സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്യുന്നത് തികച്ചും സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. മാനസിക സംഘർഷവും സൈബർ അറ്റാക്കുകളും എല്ലാം ഒരുപാട് ഫേസ് ചെയ്താണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്. അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ്. മുട്ടടയിലെ എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുന്നു.